وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. أيها الناس اتقوا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا. ليعذب الله المنافقين والمنافقات والمشركين والمشركات ويتوب الله على المؤمنين والمؤمنات وكان الله غفورا رحيما. ആദരണീയരായ സഹോദരന്മാരെ, ജീവിതത്തിൽ മുഴുക്കെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന് ആമുഖമായി എല്ലാവരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ വ്യക്തിഗുണങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായി വരേണ്ടത് നമ്മൾ അമാനത്തുള്ളവരാവുക എന്നതാണ്. അതിനെ നമുക്ക് പറയാവുന്ന ഒരു മലയാളം, നാം വിശ്വസിക്കാൻ കൊള്ളുന്നവരാവുക എന്നതാണ്. പലപ്പോഴും മുഅ്മിനീങ്ങൾ എന്ന് അറിയപ്പെടുന്നവരും ഈ അമാനത്തും രണ്ട് ധ്രുവങ്ങളിലൂടെയാണ് കടന്നു പോകാറുള്ളത്. ജീവിതത്തിൻ്റെ ഒരു സന്ധിയിലും ഒരു മടക്കിലും ഒരു വളവിലും പോലും ഈ മുഅ്മിനും അമാനത്തും കൂടിച്ചേരാത്ത വിധം പലരിലും ഇത് അകന്നകന്ന് പോകുന്നത് കാണാം. എല്ലാവരുടെയും കാര്യമല്ല ഈ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഒട്ടകങ്ങൾ ഒരു പക്ഷേ എണ്ണാൻ 100-ലധികം ഉണ്ടാവാം, യാത്രക്ക് പറ്റിയത് ഒരെണ്ണം പോലും ആ കൂട്ടത്തിൽ നിന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ എന്നറിയപ്പെടുന്നവരിൽ നിന്ന് അമാനത്തുള്ള ഒരാളെപ്പോലും കണ്ടെടുക്കാൻ പറ്റാത്ത വിധം സമൂഹം അധപതിക്കുക എന്നത് ഏറ്റവും വലിയ ഗൗരവമുള്ള ഒരു വിഷയമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അമാനത്തിൻ്റെ നേരെ മറുപക്ഷത്ത് വരുന്ന ഒരു അറബി പദമാണ് ഖിയാനത്ത് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വഞ്ചന എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇനി അമാനത്തിനെക്കുറിച്ച് അതിൻ്റെ അർത്ഥം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ അതിനൊരു മലയാളം പറയേണ്ടി വരാത്ത വിധം ഖിയാനത്തിൻ്റെ മറുപക്ഷത്ത് നിൽക്കേണ്ടതാണ് അമാനത്ത് എന്ന് വരുമ്പോൾ ആ ആശയം നമുക്ക് വളരെ പെട്ടെന്ന് പിടുത്തം കിട്ടും. പടച്ചവനോടും പടപ്പുകളോടും നമ്മൾ അമാനത്തുള്ളവരാവുക. വാക്കിലും പ്രവൃത്തിയിലും, ഇരുട്ടിലും വെളിച്ചത്തിലും, സ്വകാര്യതയിലും ആൾക്കൂട്ടത്തിലും, ഒറ്റക്കും കൂട്ടത്തിലുമൊക്കെ, ദാരിദ്ര്യത്തിലും ധന്യതയിലും ഓരോ വിശ്വാസിയും ഈ അമാനത്ത് കാത്തു സൂക്ഷിക്കേണ്ടവനാണ്. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അവൻ വിശ്വസ്തനായിരിക്കണം എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ ഈ കാര്യം നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന സൂറത്ത് അഹ്സാബിലൊരായത്താണ് ആമുഖമായി ഞാൻ പാരായണം ചെയ്തു വെച്ചത്. ഇന്ന അറദൽ അമാനത അല സമാവാതി വൽ അർദി വൽ ജിബാൽ. അമാനത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശങ്ങളുടെ നേരെ, ഭൂമിയുടെ നേരെ, പർവ്വതങ്ങളുടെ നേരെ കാണിച്ചു കൊടുത്തു. നിങ്ങൾക്കിത് സ്വീകരിക്കാൻ പറ്റുമോ? പർവ്വതങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മലായിക്കത്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവേ, നിൻ്റെ സൃഷ്ടികളിൽ കരുത്തുള്ളത് ഏതാണ്? അത് പർവ്വതമാണ്. അതിനേക്കാളും കരുത്തുള്ളതുണ്ടോ? ഉണ്ട്, ഇരുമ്പ്. ഇരുമ്പിൻ്റെ ആയുധങ്ങൾ ഉപയോഗിച്ച് മലകൾ പോലും മനുഷ്യൻ തുരക്കുന്നുണ്ട്, അതിനെ നമ്മൾ നിരത്തിക്കളയുന്നുണ്ട്. ഇരുമ്പിനേക്കാളും കടുപ്പമുള്ളതുണ്ടോ? ഉണ്ട്, വെള്ളം. അല്ല, തീ ഇരുമ്പിനെ ഉരുക്കിക്കളയും. തീയിനേക്കാളും കരുത്തുള്ളതുണ്ടോ? ഉണ്ട്, വെള്ളം തീയിനെ കെടുത്തിക്കളയും. വെള്ളത്തിനേക്കാളും ശക്തമായതുണ്ടോ? ഇങ്ങനെ ഓരോ ചോദ്യങ്ങളും അവസാനിക്കുന്നത് എല്ലാറ്റിനേക്കാളും കരുത്തുള്ളവനാണ് വിശ്വാസി എന്ന്.
അവൻ്റെ വലത് കൈ നൽകുന്നത് ഇടത് കൈ അറിയാത്ത വിധം അവൻ കാത്തു സൂക്ഷിക്കേണ്ടതൊക്കെയും അവൻ കാത്തു സൂക്ഷിക്കും. അത് സ്വകാര്യതകളെ ആവട്ടെ ഉത്തരവാദിത്തങ്ങളെ ആവട്ടെ, അങ്ങനെയാണ് വിശ്വാസി അതിനൊക്കെയും നോക്കിക്കാണുന്നത്. ഈ അമാനത്ത് ഈ പറഞ്ഞവയ്ക്കൊക്കെ കാണിച്ചപ്പോൾ ഫഅബൈന അൻ യഹ്മിൽനഹ, അത് ഏറ്റെടുക്കാൻ അവരൊക്കെയും വിസമ്മതിച്ചു. കാരണം ഇവർക്ക് ഒരു ഇഖ്തിയാർ എന്ന് പറയുന്ന ഒന്നില്ല. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഒരു ചോയ്സ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. നന്മ തിന്മകളെ തൻ്റെ കയ്യിൽ ലഭിച്ച പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ അവയിൽ നിന്ന് സത്യാസത്യങ്ങളെ വിവേചിച്ചറിയാൻ, ദീർഘദൃഷ്ടിയോടുകൂടി കാര്യങ്ങളെ നോക്കിക്കാണാൻ, നാളെ മുന്നിൽ കണ്ട് പ്രവർത്തിക്കാൻ മനുഷ്യർക്ക് കഴിയും. അതുകൊണ്ട് തന്നെ റബ്ബ് മനുഷ്യനെ അത് ഏൽപ്പിച്ചു. വഹമലഹൽ ഇൻസാൻ, മനുഷ്യരായ നമ്മളത് ഏറ്റെടുത്തു. നമുക്ക് ഓർമ്മയില്ല നമ്മൾ എപ്പോഴാണ് അത് ഏറ്റെടുത്തത്, പക്ഷേ നമ്മളത് ഏറ്റെടുത്തിട്ടുണ്ട്. അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്നഹു കാന ലലൂമൻ ജഹൂല. എന്നിട്ട് മനുഷ്യരെക്കുറിച്ചുള്ള ഒരു പ്രസ്താവനയോടുകൂടിയാണ് ആ ആയത്ത്, സൂറത്ത് അഹ്സാബിലെ 72-ാമത്തെ ഈ ആയത്ത് അവസാനിക്കുന്നത്. മനുഷ്യൻ നിശ്ചയമായും അതിക്രമിയും അവിവേകിയുമാണ് എന്നാണ്. യഥാർത്ഥത്തിൽ മറ്റാരും ഏറ്റെടുക്കാത്ത ഒരു ചുമതല ഏറ്റെടുക്കാൻ മനുഷ്യൻ തയ്യാറാകുമ്പോൾ ആ മനുഷ്യനെ അഭിനന്ദിക്കുകയല്ലേ റബ്ബ് ചെയ്യേണ്ടത്. ഇവിടെ അഭിനന്ദിക്കുകയോ വഷളാക്കുകയോ അല്ല ചെയ്തത്. റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന നമ്മളെ ബാധിക്കുന്ന സ്ഥലകാല വ്യത്യാസങ്ങളുണ്ടല്ലോ, അതില്ല. റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഏതൊരു വിഷയം ചെയ്യണമെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ ഒരു കാലത്തിൻ്റെ പരിധിയിൽ നിന്ന് വേണം ചെയ്യാൻ, മനസ്സിലാക്കാൻ. അതുകൊണ്ട് ഒരു തൊഴിലാളിയെ നമ്മൾ ഒരു തൊഴിലിന് നിശ്ചയിക്കുമ്പോൾ നമ്മളൊരാഴ്ച നോക്കുക, അല്ലെങ്കിൽ ഒരു മാസം പരീക്ഷിച്ച് നോക്കുക. ഈ തൊഴിലിൽ അവൻ പ്രാപ്തനാണെങ്കിൽ അവനെ നമുക്ക് തുടർന്നും ഈ തൊഴിലിൽ നിലനിർത്താം എന്ന് പറയാനേ നമുക്ക് മാർഗമുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു പരീക്ഷിച്ചറിയേണ്ട ആവശ്യം റബ്ബിനില്ലാത്തത് കൊണ്ടാണ് ഈ അമാനത്തിൽ വീഴ്ച വരുത്തിയവരെ ഉദ്ദേശിച്ചുകൊണ്ട് ഇന്നഹു കാന ലലൂമൻ ജഹൂല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതിൻ്റെ തൊട്ട് താഴെ വരുന്ന 73-ാമത്തെ ആയത്ത്, ലിയുഅദ്ദിബല്ലാഹുൽ മുനാഫിഖീന വൽ മുനാഫിഖാത്ത്. ഈ അമാനത്തിൽ വീഴ്ച വരുത്തുമ്പോൾ അയാൾ ഒന്നുകിൽ കപടവിശ്വാസിയായിത്തീരും, വൽ മുശ്രിക്കീന വൽ മുശ്രിക്കാത്ത്, അല്ലെങ്കിൽ അയാൾ ബഹുദൈവ വിശ്വാസിയായിത്തീരും. ഇപ്പം അമാനത്തിൽ ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തുമ്പോൾ അയാൾ കപടവിശ്വാസിയോ ബഹുദൈവ വിശ്വാസിയോ ആവുക എന്ന് പറഞ്ഞാൽ കൃത്യമായും അയാൾ നരകാവകാശിയായി മാറുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. വയതൂബല്ലാഹു അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും അള്ളാഹു പുറത്തു കൊടുക്കാനും അവിടെ തൗബ സ്വീകരിക്കാനുമാണ് ഇങ്ങനൊരു അമാനത്ത് ഇവരെ ഏൽപ്പിച്ചത്. വക്കാൻ അല്ലാഹു ഗഫൂറ റഹീമ, അള്ളാഹു അത്യധികം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. അപ്പം അമാനത്ത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമുള്ള ഒരു ഉത്തരവാദിത്തമാണ് എന്ന് വിശ്വാസികളായ നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ലാ തഖൂനുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ വഞ്ചിക്കരുത്. വർ റസൂൽ, റസൂലിനെയും വഞ്ചിക്കരുത്. വ തഖൂനു അമാനാത്തിക്കും, നിങ്ങൾ ഏൽപ്പിച്ച അമാനത്തിലും നിങ്ങൾ വഞ്ചന കാണിക്കരുത്. അള്ളാഹുവിനോട് എങ്ങനെ മനുഷ്യൻ വഞ്ചന കാണിക്കുക? ചില ആളുകൾ പരിശോധിച്ച് നോക്കൂ, സ്വന്തം റബ്ബിനോട് വഞ്ചന കാണിക്കുന്നു, ഷിർക്ക് ചെയ്യുന്നു, ആ റബ്ബ് പറഞ്ഞതല്ലാത്ത എല്ലാ കാര്യങ്ങളിലും സജീവമാകുന്നു. എന്നിട്ടും അവൻ്റെ വസ്ത്രങ്ങളിലൂടെ, അവൻ്റെ വേഷങ്ങളിലൂടെ, അവൻ്റെ നടപ്പിലൂടെ മുഅ്മിനാണ് എന്ന് വരുത്തി തീർക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവൻ വഞ്ചന കാണിക്കുന്നു, അവിടുത്തെ ചര്യകളെ കാറ്റിൽ പറത്തുന്നു. ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും അതുമായി ചേരാൻ അവൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. എന്നിട്ടും അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവനാണ് എന്ന് പറയുന്നു. തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിൽ ഖിയാനത്ത് കാണിക്കുമ്പോഴും ഞാനൊരു സത്യവിശ്വാസിയാണ് എന്നവൻ പുറമേക്ക് നടിക്കുകയോ ഉള്ളുകൊണ്ട് തൃപ്തിപ്പെടുകയോ ചെയ്യുന്നു. ഇതാണ് നമുക്ക് പലപ്പോഴും സംഭവിക്കാറുള്ളത്. തഖൂനു അമാനാത്തിക്കും വഅൻതും തഅലമൂൻ, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായി അറിയുന്ന സ്ഥിതിക്ക് ഈ വിധത്തിലല്ല നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് ഖുർആൻ പറയുന്നത്. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹ, റബ്ബിൻ്റെ കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്ത് നിർവഹിക്കുക എന്ന്. ഒരു യുദ്ധവേളയിൽ
യുദ്ധഭൂമിയിൽ വെച്ചൊരു വിശ്വാസിക്ക്, ഒരു സൈനികന് ഒരു വലിയ സ്വർണ്ണക്കൂമ്പാരം ഒരു കിഴിയിൽ ലഭിക്കുകയാണ്. യുദ്ധാനന്തരം ആ കിഴി അദ്ദേഹം സൈനിക നേതാവിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു. കൊണ്ടുപോയി വെക്കുമ്പോൾ അല്പം ലൂസായിട്ടാണ് ഈ കിഴിയുള്ളത്. അപ്പോൾ കണ്ടുകൊണ്ടിരുന്ന പലരും പിറുപിറുത്തു. കുറച്ചൊക്കെ അവൻ എടുത്തിട്ടുണ്ടാകും, ബാക്കിയാണ് അവൻ നമ്മുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചത്. ഈ പിറുപിറുക്കൽ അദ്ദേഹം കേട്ടു. അദ്ദേഹം പറഞ്ഞു, ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, ഞാൻ എടുക്കുമായിരുന്നു. എൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ എനിക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന വിശ്വാസം എന്നിലില്ലാതിരുന്നുവെങ്കിൽ. അപ്പൊ അമാനത്തിന് ഏറ്റവും അടിസ്ഥാനപരമായൊരു വിഷയമാണ്, അള്ളാഹുവിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും, ഉത്തരം പറയേണ്ടി വരും, ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല. യൗമത്തുബില സറായിർ, എല്ലാ രഹസ്യങ്ങളും ചുരുളയിക്കപ്പെടുന്ന ദിവസമാണത്. മനുഷ്യൻ അവൻ്റെ കർമ്മങ്ങൾ കൊണ്ട് ഇസ്സത്തുള്ളവനോ നിന്ദ്യനോ ആയിത്തീരുന്ന ഒരു സമയമാണത്. അങ്ങനെ ഒരു ലോകം ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ എടുക്കുമായിരുന്നു എന്നാണ് ആ സൈനികൻ അവിടെ കൂടിയ ആളുകളോടായി പറയുന്നത്. ഇനി നമ്മുടെ രാജ്യത്തെ സംഭവം ശ്രദ്ധിച്ചു നോക്കൂ. ലത്തൂരിൽ ഭൂകമ്പം ഉണ്ടായി, ധാരാളം വീടുകൾ തകർന്നു, ധാരാളം മനുഷ്യർ കൊല്ലപ്പെട്ടു. അങ്ങനെ ഒരു സൈനികൻ ഈ ഭൂമിയിലൂടെ നടന്ന്, ഒരു പട്ടാളക്കാരൻ ഈ ഭൂമിയിലൂടെ നടന്നു നീങ്ങുമ്പോഴാണ് ധാരാളം സ്വർണ്ണാഭരണങ്ങളുള്ള ഒരു പെണ്ണിൻ്റെ കൈ മണ്ണിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ തെറിച്ചു നിൽക്കുന്നത് ശ്രദ്ധയപ്പെട്ടത്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് ഊരിയെടുക്കാൻ ശ്രമിച്ചു നോക്കി, ഊരിയെടുക്കാൻ പറ്റുന്നില്ല. ഈ ശരീരം ഇങ്ങനെ വീർത്തിട്ട് ഊരിയെടുക്കാൻ പറ്റുന്നില്ല. അവസാനം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് ഈ കൈകൾ മുഴുവനായും വെട്ടിയെടുത്ത് ഒരു സഞ്ചിയിലിട്ട് കൊണ്ടുപോകണം. എന്താ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം? ഒന്ന് വിശ്വാസിയാണ്, അവൻ പരലോകത്തിൽ വിശ്വസിക്കുന്നു, തൻ്റെ റബ്ബിൽ വിശ്വസിക്കുന്നു, സ്വകാര്യതയിലും തൻ്റെ റബ്ബ് തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാണ് എന്ന് ഉറച്ചും വിശ്വസിക്കുന്നു. ഇതാണ് ഈ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. ഈ വ്യത്യാസം നമ്മളിൽ, വിശ്വാസികൾ എന്ന് അവകാശപ്പെടുന്ന നമ്മളിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പേർത്തും നമ്മൾ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. അദിൽ അമാനത ഇലാ മൻ ഇത്തമനക വലാ തഖുൻ മൻ ഖാനക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിന്നൊരാൾ വല്ലതും വിശ്വസിച്ചേൽപ്പിച്ചാൽ അത് സമയമാകുമ്പോൾ തിരിച്ചു കൊടുക്കണം. പണം വായ്പ വാങ്ങിയതാണെങ്കിൽ പണം തിരിച്ചു കൊടുക്കണം സമയത്തിന്. പറ്റാതെ വന്നാലോ, ആരോടാണോ കടം വാങ്ങിയത് അയാളുടെ അടുക്കൽ ചെന്നിട്ട് അല്പം കൂടെ സമയം തരുമോ എന്ന് ചോദിക്കണം. നമ്മുടെ നാട്ടിൽ തിരിമറി എന്ന് പറയുന്നൊരു രീതി ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ആ വാക്ക് എത്ര കണ്ട് മനസ്സിലായെന്ന് എനിക്കറിയില്ല. തന്നെ ഒരാളിൽ നിന്ന് വാങ്ങി മറ്റൊരാൾക്ക് കൊടുക്കുക, ആ വാങ്ങി തിരിച്ചു കൊടുക്കേണ്ട സമയത്ത് മറ്റൊരാളിൽ നിന്ന് വാങ്ങിയിട്ട് ഇയാൾക്ക് കൊടുക്കുക. ഈ ഒരു തിരിമറി എത്ര കാലം മുന്നോട്ട് പോകും? അതിനിടയ്ക്ക് നമ്മൾ വീണ് മരിച്ചു പോയാലോ ഈ കടം ആര് വീട്ടും? എൻ്റെ നാട്ടിൽ മയ്യത്ത് മുന്നിൽ വെച്ച് പിതാവിൻ്റെ കടം ഞാൻ ഏറ്റെടുത്തു എന്ന് പ്രഖ്യാപിക്കുന്ന മകൻ്റെ മുമ്പിൽ വെച്ച് നാട്ടുകാർ പറഞ്ഞു, നീ നിന്റെ കടം വീട്ടിയാൽ മതിയായിരുന്നു എന്ന്. അല്ലേ? അയാൾ ഒരുപാട് കടങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, പലരോടും വീട്ടിയിട്ടില്ല. കടയിൽ നിന്ന് വാങ്ങിച്ചതുണ്ട്, ഹോട്ടലിലെ പറ്റുണ്ട്, വ്യക്തികളോട് വായ്പ വാങ്ങിയതുണ്ട്, അയൽവാസികളിൽ നിന്ന് വാങ്ങിയതുണ്ട്, കുടുംബങ്ങളിൽ നിന്ന് വാങ്ങിയതുണ്ട്. ഇതൊന്നും സമയത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ടാണ് അവൻ പിതാവിൻ്റെ കടം ഞാൻ വീട്ടിക്കോളാം എന്ന് പറയുന്നത്. അതിനൊരു അർത്ഥം ഉണ്ടാവില്ല. അപ്പോൾ കൊടുത്ത് വീട്ടേണ്ടത് അതാത് സമയത്ത് കൊടുത്ത് വീട്ടണം എന്നതാണ് നമ്മുടെ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു അറബി കച്ചവടക്കാരൻ്റെ കഥയുണ്ട്. അയാൾ ദൂരെ കച്ചവട യാത്രക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന അല്പം സ്വർണം അയൽവാസിയെ ഏൽപ്പിക്കുന്നു. അത് ഏൽപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ആലോചിക്കും അയാളുടെ മനസ്സിൽ, ഈ സ്വർണ്ണക്കിഴി അങ്ങനെ തന്നെ അയൽവാസി ഏൽപ്പിച്ചാൽ അയാൾ അതിൽ നിന്ന് വല്ലതും എടുത്താലോ. അതുകൊണ്ട് അദ്ദേഹം ഒരു മൺപാത്രത്തിലാക്കി അതിൽ കുറേ ഒലീവ് നിറച്ചിട്ട് അയൽവാസിയോട് പറഞ്ഞു, ഇതിൽ ഒലീവാണ്, ഞാൻ എൻ്റെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് വാങ്ങിച്ചോളാം. അയൽവാസി അത് വാങ്ങി വെച്ചു. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒലീവ് കൂട്ടാനൊരു ആഗ്രഹം വന്നപ്പോൾ ഈ പാത്രത്തിൽ അതുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അല്പാൽപ്പം പല ദിവസങ്ങളിലായത് എടുത്തുപയോഗിച്ചു. അവസാനം ഈ സ്വർണ്ണക്കിഴിയും കണ്ടെടുത്തു. അയൽവാസി തിരിച്ചു വരാൻ സമയത്ത് ഈ പാത്രം നിറയെ ഒലീവ് നിറച്ചിട്ട് തിരിച്ചു കൊടുത്തു. ഏൽപ്പിച്ചത് എന്താണ്? ഒലീവാണ്. തിരിച്ചു കൊടുത്തതും ഒലീവാണ്. പ്രത്യക്ഷത്തിൽ ഈ മനുഷ്യൻ ഒരു കുറ്റവാളിയല്ല. അദ്ദേഹം തൻ്റെ വീട്ടിൽ കൊണ്ടുപോയത് ചൊരിഞ്ഞു നോക്കുമ്പോൾ ഒരു സ്വർണ്ണ നാണയം പോലും ബാക്കിയില്ല, ഒലീവ് മാത്രമേ ഉള്ളൂ. കോടതിയിൽ കേസ് കൊടുത്തു നോക്കി. ജഡ്ജി ചോദിച്ചു, നിങ്ങൾക്ക് അതിനകത്ത് സ്വർണ്ണം ഉണ്ടായിരുന്നു എന്നതിന് വല്ല തെളിവുണ്ടോ? ഒരു തെളിവില്ല, ഒരു സാക്ഷിയില്ല. എങ്കിൽ
നിങ്ങൾക്ക് അനുകൂലമായി വിധിക്കാനോ നിങ്ങളുടെ അയൽവാസിക്കെതിരെ വിധിക്കാനോ ഒരു മാർഗവും ഇല്ല. ഇവിടെയാണ് അവൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത വരുന്നത്. റബ്ബിനെ കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകുന്നത് ഇത്തരം സന്ദർഭങ്ങളിലാണ്. ആ ബോധ്യത്തിൽ നിന്നാണ് ഒരു വിശ്വാസി അമാനത്തുള്ളവനായി മാറുന്നത് എന്നർത്ഥം. ലതുഅദ്ദുന്നൽ ഹുഖൂഖു ഇലാ അഹ്ലിഹാ ഹത്താ യുഖ്തസ ലിശ്ശാത്തിൽ ജമ്മാഇ മിനൽ ഖറനാഹ്. ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അമാനത്ത് ബോധ്യപ്പെടുത്തുന്നത് അത് കൊടുത്തുവിട്ടേ പറ്റൂ. നാളെ പരലോകത്ത് കൊമ്പുള്ള മൃഗം കൊമ്പില്ലാത്തതിനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ പരസ്പരം പ്രതികാരം ചെയ്ത് ജീവിതം അവസാനിപ്പിക്കാനുള്ള അവസരം അവിടെ ഉണ്ട് മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ മനുഷ്യരായ നമ്മുടെ മുമ്പിൽ അങ്ങനെ ഇല്ല. അവിടുന്ന് കൊടുത്തു വിട്ടുക, അവിടുന്ന് പ്രതികാരം ചെയ്യുക, ഖലാസ് സമാധാനമായി എന്ന് പറഞ്ഞ് അവസാനിക്കുന്നതല്ല മനുഷ്യന്റെ ജീവിതം. മണ്ണിൽ കൊണ്ടുപോയി വെക്കുന്ന ആദ്യ ദിനം തൊട്ട് ഈ കടബാധ്യതകളുടെ ഈ അമാനത്ത് നിർവഹിക്കാത്തതിൻ്റെ ശിക്ഷ മനുഷ്യൻ അനുഭവിക്കേണ്ടി വരുമെന്നാണ് നമ്മുടെ റബ്ബ് നമ്മളെ പഠിപ്പിച്ചുള്ളത്. അതുകൊണ്ട് വല്ലോണം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നേരത്തെ പറഞ്ഞൊരു ആയത്തിൻ്റെ സന്ദർഭം വിശദീകരിക്കുന്നുണ്ട് തഫ്സീറുകളിൽ. ഏതാണ് ആയത്ത്? ഇന്നല്ലാഹു യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. നിങ്ങൾ അമാനത്ത് കൊടുത്തു വിട്ടണവരിലേക്ക് കൊടുത്തു വിട്ടണം. ഏൽപ്പിക്കേണ്ടത് സമയബന്ധിതമായി കൊടുത്തേൽപ്പിക്കണം. നിങ്ങൾ വാങ്ങിയതാണെങ്കിൽ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ ആ ആയത്തിൻ്റെ ഒരു സന്ദർഭം മക്കം ഫത്തിൻ്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിൻ്റെ താക്കോൽ ആവശ്യപ്പെടുകയാണ് ഉസ്മാൻ ഇബ്നു ത്വൽഹയിൽ നിന്ന്. അദ്ദേഹം ഓടി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ആ താക്കോൽ ഏൽപ്പിച്ചു. മുമ്പൊരിക്കൽ ഈ മക്ക ഫത്തിൻ്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് അത് ആവശ്യപ്പെട്ടിരുന്നു. അതിനകത്ത് കയറി 2 റക്അത്ത് നമസ്കരിക്കാനുള്ള അനുവാദം. താക്കോൽ കൊടുത്തില്ല, അനുവാദം കൊടുത്തില്ല. ഇപ്പോഴോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ അധികാരം വന്നു. ഇനി ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഉസ്മാൻ ഇബ്നു ത്വൽഹ അത് ഏൽപ്പിച്ചു. എന്നിട്ട് എല്ലാം കഴിഞ്ഞ് അവിടുത്തെ വിഗ്രഹങ്ങളൊക്കെ തച്ചുടച്ച് ശുദ്ധീകരിച്ച് റസൂലുള്ളാഹി നമസ്കരിക്കേണ്ട നമസ്കരിച്ച് നിർവഹിച്ച് ഈ താക്കോല് തിരിച്ചു കൊടുക്കേണ്ട സമയത്തിപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇജ്മഅലനൽ ഹിജാബ മഅസിഖായ. ഈ കഅബാലയത്തിൻ്റെ സംരക്ഷണവും ഹാജിമാർക്കുള്ള സേവനങ്ങളും അങ്ങ് നമ്മളെ ഏൽപ്പിക്കണം, നമ്മുടെ കുടുംബത്തെ ഏൽപ്പിക്കണം. അലി റളിയല്ലാഹു അൻഹു ഇത് വന്ന് ആവശ്യപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി ചോദിക്കണം, അയിന ഉസ്മാൻ ഇബ്നു ത്വൽഹ? ഉസ്മാൻ ഇബ്നു ത്വൽഹ എവിടെയാണ്? അദ്ദേഹത്തിൽ നിന്നാണല്ലോ ഞാൻ വാങ്ങിയത്. ഫദുഇയ ലഹു, അദ്ദേഹത്തെ വിളിച്ചു. ഹാക മിഫ്താഹക യാ ഉസ്മാൻ. എന്നിട്ട് ഉസ്മാൻ ഇബ്നു ത്വൽഹയോട് പറയും, ഇതാ അങ്ങയിൽ നിന്ന് ഞാൻ വാങ്ങിയ കഅബാലയത്തിന്റെ താക്കോൽ അങ്ങയെ തന്നെ തിരിച്ചേൽപ്പിക്കുന്നു. അൽയൗമു യൗമു വഫാഇൻ വബിരിൻ. ഇന്ന് കരാർ പാലനത്തിൻ്റെയും പുണ്യത്തിൻ്റെയും ദിവസമാണ്. അവിടുത്തെ അധികാരം ഉപയോഗിച്ച് അത് സ്വന്തമാക്കിയില്ല. ആരിൽ നിന്നാണോ വാങ്ങിയത് അവരെ തന്നെ ഏൽപ്പിച്ചു. ഇന്നും ആ കുടുംബത്തിൻ്റെ കയ്യിൽ തന്നെയാണ് കഅബാലയത്തിൻ്റെ താക്കോൽ നിലനിൽക്കുന്നത്. ആഗ്രഹിച്ച പലരും ഉണ്ടായിരുന്നു, ഏൽപ്പിച്ചില്ല റസൂലുള്ളാഹി. ചരിത്രത്തിൽ കാണാം, ഒരു അഭിപ്രായ പ്രകാരം ഈ സംഭവത്തിന് ശേഷമാണ് ഉസ്മാൻ ഇബ്നു ത്വൽഹ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. കാരണം ഈ അമാനത്തിൻ്റെ ദീനിൽ നിന്ന്, ഈ ആദർശത്തിൽ നിന്ന് മരണാനന്തരം എൻ്റെ ജീവിതം രക്ഷപ്പെടുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ ദീനിൽ വിശ്വസിക്കുകയല്ലാതെ എനിക്ക് മറ്റൊരു മാർഗമില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ആട്ടിടയനെ പരീക്ഷിക്കുന്നത് ചരിത്രത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ യാത്രക്കിടക്കാണ് ഒരു ആട്ടിടയനെ കണ്ടത്. ചോദിച്ചു, നിൻ്റെ ആട്ടിന് പറ്റത്തിൽ നിന്ന് ഒന്ന് എനിക്ക് തരുമോ, ഞാൻ കാശ് തരാം. അദ്ദേഹം പറഞ്ഞു, ഇതിൻ്റെ ഉടമ ഞാനല്ല. ഉടമ നീയല്ലെങ്കിൽ എന്താ, നിനക്ക് കാശ് കിട്ടിയില്ലേ? ഇനി വൈകുന്നേരം തിരിച്ചു ചെല്ലുമ്പോൾ ഇതിൻ്റെ ഉടമ എല്ലാം എണ്ണി തിട്ടപ്പെടുത്തുന്നവനാണെങ്കിൽ നിനക്ക് എന്തെല്ലാം ഉപായം പറഞ്ഞ് രക്ഷപ്പെടാം. ഈ മരുഭൂമിയിൽ എത്രയെത്ര ആട്ടിൻ കുട്ടികളെയാണ് ചെന്നായ ഭക്ഷണമാക്കി തീർത്തത്. കാണാതെ പോയത് നിനക്കങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാമല്ലോ. ഈ ദരിദ്രനായ മനുഷ്യൻ, നിരക്ഷരനായ മനുഷ്യൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചോദ്യത്തിന് ആകാശത്തേക്ക് കൈകൾ ഉയർത്തി ഫഅൈനല്ലാഹ് എന്നൊരൊറ്റ ചോദ്യമാണ് മറുപടി നൽകിയത്. അതിനകത്തെല്ലാം ഉണ്ട്. ആ വാക്കിനകത്ത് എല്ലാം ഉണ്ട്. ഫഅൈനല്ലാഹ്. ഈ മലകൾക്കപ്പുറത്തുള്ള ഈ ആട്ടിൻപറ്റത്തിൻ്റെ യജമാനനെ ഞാൻ പറ്റിച്ചാൽ, ചതിച്ചാൽ എന്നെ വിചാരണ ചെയ്യുന്നൊരു ലോകമില്ലേ? അവിടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ ഹാജരാക്കപ്പെടുമ്പോൾ എന്താണ് ഞാൻ മറുപടി പറയേണ്ടി വരിക എന്ന ചോദ്യം
അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം ഈ ആട്ടിടയൻ്റെ മനസ്സിൽ ഉണ്ടായത് എപ്പോഴാണ്? മദീന പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദർസിൽ അദ്ദേഹം എപ്പോഴും പങ്കെടുത്തിരുന്നോ? മക്കയിൽ നിന്ന് ഹിജറ പോകുന്നവരുടെ വിശ്വാസികളുടെ കൂട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ ആട്ടിൻപറ്റത്തെയുമായി തെളിച്ച് ജീവിക്കുന്നതിനിടയ്ക്ക് എപ്പോഴോ ഈ ദീനിനെ കുറിച്ച് കേട്ടു, ഈ ദീനിന്റെ സവിശേഷതകളെ കുറിച്ച് കേട്ടു. ഈ ദീനിൽ വിശ്വസിച്ച ഓരോ വിശ്വാസിയുടെയും ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ആ ഗുണങ്ങൾ സ്വായത്തമാക്കുകയായിരുന്നു ഈ ആട്ടിടയൻ ചെയ്തത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന ആ സൂറത്തിന്റെ തുടക്കത്തിൽ ഇങ്ങനെ വായിച്ചു പോകുന്നുണ്ട്, വല്ലദീനഹും ലി അമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. വിശ്വാസികൾ എന്ന് പറയുന്നത് തങ്ങളുടെ അമാനത്ത് നിർവഹിക്കുന്നവരും കരാർ പാലിക്കുന്നവരുമാണ് എന്ന് ഖുർആൻ പറയുന്നു. അങ്ങനെയുള്ളവരാണ് വിജയിച്ചവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിൽ കാണാം, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു വലാ ദീന ലിമൻ ലാ അഹ്ദ ലഹു. അമാനത്തില്ലാത്തവന് ഈമാനില്ല, അമാനത്തില്ലാത്തവന് ഈമാനില്ല, കരാർ പാലിക്കാത്തവന് ദീനുമില്ല. അവ പരസ്പരം ചേർന്ന് നിൽക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വിശേഷണം തന്നെയും അൽ അമീൻ എന്നായിരുന്നു. ഈ അൽ അമീൻ എന്ന വിശേഷണത്തിന് അവിടുന്ന് വിധേയമായത് നുബുവത്തിന് ശേഷമല്ല, അതിനു മുമ്പാണ്. നുബുവത്തിന് ശേഷം ആ വിഷയത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പേർത്തും പേർത്തും തൻ്റെ അനുയായികളെ പറഞ്ഞു കേൾപ്പിക്കുകയും ഈ പറഞ്ഞ ആട്ടിടയടക്കമുള്ള വിദൂരത്ത് മരുപ്രദേശങ്ങളിൽ ആടിനെ തെളിച്ച് ജീവിക്കുന്ന ആളുകളിലടക്കം ഈ സ്വഭാവ സവിശേഷതകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയും ചെയ്തു. ഹറമിൽ ഒരു ഹജ്ജ് കാലത്ത് ഹജ്ജ് നിർവഹിച്ച് തനിക്ക് തിരിച്ചു പോകാനുള്ള ദിവസമാകുന്നത് വരെ ഹറമിൽ വന്ന് ആരാധന ചെയ്ത് തിരിച്ചു റൂമിൽ പോകുന്ന ഒരു ഹാജി ഒരു ലുഹറിൻ്റെ സമയത്ത് ഹറമിലേക്ക് വരുമ്പോഴാണ് ഒരു സുഡാനി പയ്യൻ്റെ കയ്യിൽ അല്പം വളയും മാലയും പോലെയുള്ള ചില ആഭരണങ്ങൾ കാണുന്നത്. അത് വാങ്ങിയാൽ വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാലോ എന്ന് വിചാരിച്ച് ഈ സുഡാനി പയ്യൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. 100 റിയാൽ നൽകി. ഏതാണ്ട് ഒരു 60 റിയാലോളം മാത്രമേ അതിന് വില വരുന്നുള്ളൂ. സുഡാനി പയ്യൻ പറഞ്ഞു, എനിക്ക് 40 റിയാൽ നിങ്ങൾക്ക് തിരിച്ചു തരാൻ എൻ്റെ കയ്യിൽ ചില്ലറയില്ല. 60 റിയാൽ പ്രത്യേകമായി കൊടുക്കാൻ ഈ ഹാജിയുടെയും കയ്യിലില്ല. സുഡാനി പയ്യൻ പറഞ്ഞു, നിങ്ങൾ അല്പസമയം കാത്തു നിന്നാൽ ഞാനിത് ചില്ലറാക്കിയിട്ട് തിരിച്ചു വരാം. അദ്ദേഹം കാത്തു നിന്നു. ദുഹർ നമസ്കാരം കഴിഞ്ഞു, ഈ പയ്യനെ കണ്ടില്ല. അസ്ര നമസ്കാരത്തിന് വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും അദ്ദേഹം ഇങ്ങനെ അന്വേഷിച്ചു, ഈ പയ്യനെ കണ്ടില്ല. അവസാനം ഇശാ നമസ്കാരം കഴിഞ്ഞ് ഈ പയ്യൻ എന്നെ പറ്റിച്ചു എന്ന് വിചാരിച്ച് റൂമിലേക്ക് തിരിച്ചു പോകുമ്പോൾ പിറകിൽ നിന്നൊരാൾ തോണ്ടി. തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സുഡാനി പയ്യനാണ്. നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചതാണ് തൻ്റെ കൺമുമ്പിൽ വന്ന് നിൽക്കുന്നത്. ആ കണ്ണിലെ ആശ്ചര്യം കണ്ടിട്ട് ഈ സുഡാനി പയ്യൻ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ പറ്റിച്ചു എന്ന് വിചാരിച്ചു അല്ലേ? ഇത് അൽ അമീൻ ജീവിച്ച മണ്ണാണ്, ഇത് അൽ അമീൻ ജീവിച്ച മണ്ണാണ്. എനിക്ക് നിങ്ങളെ പറ്റിക്കാൻ കഴിയില്ല, നിങ്ങളെ ചതിക്കാൻ കഴിയില്ല. ചതിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഈ ഹജ്ജിൻ്റെ സീസൺ ആകുമ്പോഴേക്കും വിമാന ടിക്കറ്റ് എടുത്ത് പോക്കറ്റ് അടിക്കാൻ വേണ്ടി, ഹാജിമാരെ ഉപദ്രവിക്കാൻ വേണ്ടി വരുന്നവരുണ്ട്. പക്ഷേ ഇവിടെ റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു വലാ ദീന ലിമൻ ലാ അഹദ ലഹു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, നമ്മൾ കടം വാങ്ങിയതിന് മാത്രമല്ല നമ്മൾ കടക്കാരായി മാറുന്നത്. നമ്മൾ ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ പള്ളിയുടെയോ മദ്രസയുടെയോ നിർമ്മാണത്തിന്, ദാവത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഇത്ര തരാമെന്ന് എപ്പോഴെങ്കിലും ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ആരിൽ നിന്നും കടം വാങ്ങിയതല്ലല്ലോ. പക്ഷേ അത് ആ വിഷയത്തിൽ നമ്മൾ കൊടുത്തു വീട്ടുന്നത് വരെ കടബാധ്യതനാണ്. അത് കൊടുത്തു വീട്ടുന്നത് വരെ നമ്മൾ കടബാധ്യതനാണ്. ഞാനൊരു ഹദീസ് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇദാ ഹദ്ദസ കദബ, മുനാഫിഖിൻ്റെ ലക്ഷണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയും. വൈദാ വഅദ അഖ്ലഫ, കരാർ ചെയ്താൽ ലംഘിക്കും. വൈദ ഉത്തുമിന ഖാന, വിശ്വസിച്ചാൽ ചതിക്കും. ഇത് മൂന്നും കപടവിശ്വാസിയുടെ അടയാളമായിട്ടാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യനെക്കുറിച്ചുള്ള അഭിപ്രായം പറയപ്പെട്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, നീ എങ്ങനെയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനൊരു അഭിപ്രായത്തിലെത്തിയത്? അദ്ദേഹത്തോട് വല്ല സാമ്പത്തികമായ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ? അതും ഇല്ല.
അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു രാത്രിയെങ്കിലും ഒന്നിച്ച് കടക്കാൻ പറ്റിയിട്ടുണ്ടോ? അതുമില്ല. പിന്നെ എങ്ങനെ നീ അഭിപ്രായം പറയുന്നതാണ് ചോദിക്കുന്നത്. ഒരാളുമായി സാമ്പത്തികമായ ഇടപാട് നടത്തുമ്പോൾ അയാൾ വിശ്വസ്തനാണോ എന്ന് നമുക്ക് വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് ബോധ്യപ്പെടും. ഒരാളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ദീർഘയാത്രയാണെങ്കിൽ, നമുക്ക് നമ്മളെ മറച്ചു വെക്കാൻ കഴിയില്ല. അതിനിടയ്ക്ക് എപ്പോഴോ യഥാർത്ഥ നാം പുറത്തേക്ക് ചാടും, യഥാർത്ഥത്തിലുള്ള വ്യക്തി പുറത്തേക്ക് ചാടും. രാത്രി ഒന്നിച്ച് കിടന്നുറങ്ങുമ്പോൾ ആ മനുഷ്യൻ എങ്ങനെയുള്ളവനാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ ഈ അമാനത്ത് കാത്തു സൂക്ഷിക്കുക, നിഫാഖിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ശ്രമിച്ചു. അതിൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ നിഫാഖിൻ്റെ അടയാളം നമ്മളിൽ അവശേഷിക്കുന്നു എന്നാണ് അള്ളാഹുവിൻ്റെ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹുമ്മ ജഅൽനാ മിൻ അഹ്ലിൽ അമാന വനജ്ജിനാ മിനൽ ഖിയാന വവഫിഖ്നാ ലിഅദാഇൽ ഹുഖൂഖി കമാ തുഹിബ്ബു വതർളാ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്നൊരിക്കൽ കൂടെ എല്ലാവരെയും ഉണർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഇത്തരണത്തിൽ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. ഒരിക്കൽ മദീനത്ത് സഹാബത്തിൻ്റെ കൂടെ ഇരിക്കുമ്പോഴാണ് അവിടുന്ന് പറഞ്ഞത്, എൻ്റെ കാലശേഷം യമനിൽ നിന്ന് ഒരു ദൗത്യ സംഘം മദീനത്ത് വരും. ആ സംഘത്തിൻ്റെ കൂടെ ഉവൈസ് ഇബ്നു ആമിർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടാകും. അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ വെള്ളപ്പാണ്ട് വന്ന് എല്ലാം സുഖപ്പെട്ട് ഇപ്പോൾ ഒരു നാണയത്തുട്ടിൻ്റെ വലിപ്പത്തിൽ അല്പം ഭാഗത്ത് ഈ വെള്ളപ്പാണ്ട് അവശേഷിക്കുന്നുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്ക് കാണാനുള്ള അവസരമുണ്ടായാൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആവശ്യപ്പെടണം. ആരോടാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഇത് പറയുന്നത്? അശറത്തുൽ മുബശ്ശരീനിൽപ്പെട്ട പലരും ജീവിച്ചിരിക്കുന്ന ഒരു സമയത്ത് അങ്ങനെയുള്ളൊരു സംഘത്തോടാണ്. ഇതുവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ഭാഗ്യം കിട്ടിയിട്ടില്ലാത്ത ഉവൈസ് ഇബ്നു ആമിർ എന്ന് പറയുന്ന അങ്ങ് യമനിൽ ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് അദ്ദേഹത്തെ കാണാൻ നിങ്ങൾക്ക് പറ്റിയാൽ അദ്ദേഹത്തോട് നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറത്ത് നടത്താൻ വേണ്ടി ആവശ്യപ്പെടണം. അപ്പോൾ ചോദിച്ചു, എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത? അവിടുന്ന് പറഞ്ഞു, ഈ ചെറുപ്പക്കാരൻ തൻ്റെ മാതാവിനോട് അങ്ങേയറ്റം പുണ്യം ചെയ്യുന്നവനാണ്. അമാനത്താണ് നമ്മുടെ വിഷയം. തൻ്റെ ഉമ്മയോട് അങ്ങേയറ്റം ചേർന്ന് നിൽക്കുകയും ഉമ്മാക്ക് പുണ്യം ചെയ്യുന്നതിൽ മത്സരിക്കുകയും ചെയ്യുന്നവനായിരുന്നു ആ ചെറുപ്പക്കാരൻ. ഒരിക്കൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാതെ ഈ ദീനിനെക്കുറിച്ച് കേട്ടിട്ടാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. തിരുദൂതരെ കാണാനുള്ള അടങ്ങാത്ത ആഗ്രഹം വെച്ച് ഒരിക്കൽ അദ്ദേഹം ഉമ്മയോട് ചോദിച്ചു, ഉമ്മ, ഞാൻ മദീനത്ത് പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ട് തിരിച്ചു വരട്ടെ. അപ്പോൾ ഉമ്മ ഒരു ദിവസത്തിന് എണ്ണം പറഞ്ഞിട്ട്, അത്രയും ദിവസത്തിനുള്ളിൽ നിനക്ക് മദീനത്ത് പോയി തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ നീ പോകുന്നതിന് എനിക്ക് വിരോധമില്ല. അന്നത്തെ ഒരു യാത്രാ സൗകര്യം വെച്ച് അദ്ദേഹം കണക്കുകൂട്ടി നോക്കി. ഉമ്മ പറഞ്ഞ ദിവസത്തിനകത്ത് മദീനത്ത് പോയി തിരിച്ച് യമനിലേക്ക് എത്താൻ കഴിയില്ല. അദ്ദേഹം തൻ്റെ യാത്ര ക്യാൻസൽ ചെയ്തു. ആർക്ക് വേണ്ടി? തൻ്റെ ഉമ്മാക്ക് വേണ്ടി. ഈ മകൻ്റെ അസാന്നിധ്യം പ്രായം ചെന്ന ഉമ്മാക്ക് വലിയ പ്രയാസം ഉണ്ടാക്കും. മാതാപിതാക്കൾക്ക് മക്കളോടും മക്കൾക്ക് മാതാപിതാക്കളോടും അമാനത്തുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചതുപോലെ അത് കേട്ട ആളുകളൊക്കെയും ഈ സംഘത്തിൻ്റെ വരവ് കാത്തു നിൽക്കുന്ന ഒരു ചരിത്രമുണ്ട്. പ്രത്യേകിച്ച് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വരുന്ന ഓരോ സംഘത്തെക്കുറിച്ചും അദ്ദേഹം പഠിക്കും, അവരെ നിരീക്ഷിക്കും. ആ കൂട്ടത്തിൽ ഈ അടയാളത്തോടു കൂടിയുള്ള ഒരു ചെറുപ്പക്കാരനുണ്ടോ എന്ന് അന്വേഷിക്കും. ഒരിക്കൽ ഹജ്ജിന് വന്ന സംഘം, യമനിൽ നിന്ന് വന്ന സംഘം മദീനത്ത് വന്നപ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകം വിരുന്നൊരുക്കി. വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരെ കാണുന്നില്ല, ഇദ്ദേഹത്തെ കാണുന്നില്ല. അങ്ങനെ വന്നൊരു സംഘത്തിന് വിരുന്നൊരുക്കി. അവിടെ കൂട്ടത്തിലും ഈ ചെറുപ്പക്കാരനെ അന്വേഷിച്ച് നടക്കുകയാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ കൂട്ടത്തിലും കാണുന്നില്ല. സംഘത്തിൽ അവരോട് ചോദിച്ചു, ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കാൻ വരാത്ത ആരെങ്കിലും ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ആടുകളെയും ഒട്ടകങ്ങളെയും ഒക്കെ തെളിക്കുന്ന ഒരു ആട്ടിടയനുണ്ട് ഞങ്ങളുടെ കൂടെ, അവനല്ലാത്തവരൊക്കെ ഭക്ഷണം കഴിക്കാൻ വന്നു. അദ്ദേഹം അവിടെ ഏതോ ഒരു സ്ഥലത്തുണ്ട്.
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ഓടിച്ചില്ലാണ്. ഈ അടയാളം വെച്ച് പരിശോധിച്ചപ്പോൾ കൃത്യമായും ഈ ചെറുപ്പക്കാരനാണ്. കണ്ട ഉടനെ പറഞ്ഞു, ഇതാ അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങളെക്കുറിച്ച് ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഇത് കേട്ടപാടെ ഈ മനുഷ്യൻ വല്ലാതെ വികാരപ്പെട്ടു പോയി. തന്നെ കാണാത്ത ഈ പ്രവാചകൻ, തൻ്റെ പ്രവാചകൻ, ഹൃദയം കൊണ്ട് ഞാൻ സ്നേഹിച്ച പ്രവാചകൻ എന്നെക്കുറിച്ച് പറയുകയോ? അതേ, നിങ്ങളെക്കുറിച്ച് പറഞ്ഞു. കൂട്ടത്തിൽ ഇങ്ങനെയും കൂടെ ഒരു വസിയത്ത് അവിടെ നിന്ന് തന്നിട്ടുണ്ട്, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറത്ത് നടത്തണം. ഈ ഒരു വൈകാരികമായ രംഗമുണ്ടല്ലോ, അമാനത്ത് പറയുമ്പോൾ നമ്മൾ ചേർത്ത് വെക്കേണ്ട ഒരു ഭാഗമാണിത്. ഓരോരുത്തരും അവനവൻ്റെ ഉത്തരവാദിത്തങ്ങളെ കൃത്യമായി നിർവഹിക്കുകയും അതിൽ വീഴ്ച വരുമ്പോഴൊക്കെയും അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുകയും വീഴ്ച വരുന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടുകയും ചെയ്യേണ്ടവനാണ് വിശ്വാസികൾ. അത് നിസ്സാരമായി കാണേണ്ട ഒരു സംഗതിയല്ല. പടച്ചവനെ, ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏൽപ്പിക്കപ്പെട്ട തൊഴിൽ അയാൾക്ക് അമാനത്ത് ഉണ്ട്. ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ അമാനത്തുള്ളവനാണ്. വിദ്യാർത്ഥി താൻ പഠിക്കുന്ന വിഷയത്തിൽ അമാനത്തുള്ളവനാണ്. ഭാര്യയും ഭർത്താവും പരസ്പരം അമാനത്തുള്ളവരാണ്. പെണ്ണ് വീട്ടിലെ ഉത്തരവാദിത്വമുള്ള ആളാണ്. ഇങ്ങനെ പരസ്പരമുള്ള ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ദീൻ നമുക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു തന്നത്. ഓരോരുത്തരും ആ വിഷയത്തിൽ തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോഴാണ് സുരക്ഷിതമായൊരു സമൂഹം നിലനിൽക്കുന്നത്, വിശ്വാസ്യതയുള്ള ഒരു സമൂഹം നിലനിൽക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവഹേളിക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. ശരിയായ മുഅ്മിനുകളായി ജീവിക്കുകയും അന്തിമമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കുകയും ചെയ്യാൻ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അമാനത്തിൽ വീഴ്ച വരുന്ന ഓരോ സന്ദർഭത്തിലും റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തി ജീവിതത്തെ തിരുത്തി മുന്നോട്ട് പോകാനുള്ള ഈമാനിൻ്റെയും തഖ്വയുടെയും കരുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യട്ടെ. നമ്മളിൽ വന്നുപോയിട്ടുള്ള വീഴ്ചകൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പൊറുത്തു തരട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുജനങ്ങൾ, സഹോദരി സഹോദരന്മാർ, നമ്മുടെ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുകയും നാളെ അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർക്കുകയും ചെയ്യട്ടെ. അല്ലാഹു, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, അവർക്ക് ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണമെന്നാണ്. അല്ലാഹു, സാമ്പത്തികമായ വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അല്ലാഹു, നീ അവർക്ക് ആശ്വാസം പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين والحمد لله.